എൻ്റെ പേര് ഭാസ്വര. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, പി കെ ബാലകൃഷ്ണൻ സാറ്. എനിക്കൊരു മോളാണ്. ഞാൻ 1 മാസമായിട്ടേ ഉള്ളൂ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ക്യാൻസറൊക്കെ ആയി കീമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ വളരെ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദിവാ സീക്രട്ട് ഇൻ്റർനാഷണലിനെ കുറിച്ച് കാണുകയും കേൾക്കുകയും അങ്ങനെ ആ പ്രൊഡക്റ്റ് വാങ്ങി. ഞാൻ പ്രൊഡക്റ്റ് കഴിക്കത്തില്ല, പക്ഷെ ഞാൻ ഇത് വാങ്ങിയിട്ട് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ആദ്യം കഴിച്ച് ഒരു പാക്കറ്റ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് കീമോ ഒക്കെ ചെയ്ത് ഇപ്പോഴും കൈയൊക്കെ കരിയിരിക്കുവാണ്. 1 വർഷം, അതായത് ഫെബ്രുവരി 26-ാം തീയതി ആയപ്പോൾ ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ വലിയൊരു വിഷമത്തോടിരിക്കുമ്പോഴായിരുന്നു ഞാനിത് പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് എനിക്ക് പിന്നെ 3 മാസത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എല്ലാ റിപ്പോർട്ടുകളും നോക്കിയതിന് ശേഷം എനിക്ക് ഒന്നാമതായിട്ട് എനിക്ക് 2nd സ്റ്റേജിലായിരുന്നു എൻ്റെ വയറ്റിലെ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ കീമോ കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനും അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസം പിന്നെ കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പം ആ കൊഴുപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 186-196 അപ്പോൾ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എനിക്ക് 5 വർഷം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ പ്രൊഡക്റ്റ് കഴിഞ്ഞ ശേഷം 3 മാസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ റിസൾട്ട് വന്നത് വളരെ എന്താ പറയുക, ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിലായിരുന്നു. ഈ ഒരു സാക്ഷ്യം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ എനിക്ക് എണ്ണീക്കാനുള്ള ശ്രമിച്ചു. അതായത് ഒക്ടോബർ മാസം 10-ാം തീയതി ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് എനിക്ക് പഴയ ഒരു ജീവിതം ഒരിക്കലും കിട്ടത്തില്ല, കാരണം വളരെ ടയർഡായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്റ്റിച്ചിങ് സെൻ്ററൊക്കെ ഇട്ടു. ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ക്യാൻസറിൻ്റെ ആരംഭം വന്നു. അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റിച്ചിങ് സെൻ്റർ ഇട്ടു. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ക്യാൻസർ വന്നത്. ആ ക്യാൻസറോട് കൂടി ഞാൻ എൻ്റെ ജീവിതം നശിച്ചു പോയെന്ന് വിചാരിച്ചു. ഒരിക്കലും എനിക്കൊരു സ്റ്റെപ്പ് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ഞാനൊരു സ്ട്രോങ് ലേഡിയാണ്, എങ്കിലും ഞാൻ കടന്നുപോയ നിമിഷമായിരുന്നു എനിക്ക് കീമോ ചെയ്തിട്ട് ആ നിമിഷം. ഞാൻ ജീവിതം തന്നെ അങ്ങ് മരിച്ചു പോയാലെന്ന് ചിന്തിച്ച സമയമായിരുന്നു. അപ്പോൾ ഞാൻ മോളെ വിളിച്ചിട്ടാണ്, മോളെ അമ്മയ്ക്ക് ഇനി പഴയ ജീവിതത്തിൽ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ മോൾ പറഞ്ഞ കുഴപ്പമില്ല അമ്മ, ഇത് ശരിയാവുമല്ല, ശരിയാവുന്നു. ഈ പ്രൊഡക്റ്റ് ഒരെണ്ണം കഴിച്ചു, ഒരു സാക്ഷ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല രാവിലെ എണ്ണീറ്റപ്പോൾ നല്ല ആരോഗ്യം. ഈ പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് നല്ല എനർജി വന്നു. അപ്പം ഞാൻ ഫുള്ള് ഡോക്ടറെ സജഷൻ വാങ്ങാതെ ഞാൻ കഴിച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെക്കപ്പ് വന്നു. ഞാൻ ചെക്കപ്പ് പോയപ്പോൾ ഡോക്ടർ എൻ്റെ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ അതിശയിച്ച് എന്നെ നോക്കി. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചോ എന്നൊന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ ദിവാ സീക്രട്ട് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ഞാനത് സപ്ലിമെൻ്റ് ആണ്, അത് ഞാൻ കഴിച്ചു. അപ്പോൾ ഡോക്ടർ വെച്ച് കഴിക്കാൻ പറ്റുമോ? ഞാൻ പറയാം കഴിക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെ ആകണം, എന്നെ പോലെ ആകണം. കാരണം നമ്മളോട് ആര് ചോദ്യം ചോദിച്ചാലും നമ്മൾക്ക് ദിവാ സീക്രട്ട് കഴിക്കണം, എല്ലാവരും കഴിച്ചിട്ട് ആ റിസൾട്ട് അവർ ചോദിക്കുമ്പോൾ നമ്മൾക്ക് റിസൾട്ട് അവിടെ പതറാതെ റിസൾട്ട് പറയുന്നവരായിരിക്കണം. ഞാൻ ഞാൻ കഴിച്ചു ഡോക്ടറെ, 5 മിനിറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ 36,000 രൂപ കൊടുത്തു ഇൻജെക്ഷൻ ചെയ്ത് എൻ്റെ ശരീരത്തിലെ ഇതെല്ലാം കീമോ ചെയ്ത് ആ ശരീരം ആസകല വേദനയായിട്ട് ഞാൻ കിടന്നപ്പോൾ എനിക്കൊരു സപ്ലിമെൻ്റ് കഴിക്കണമെന്ന് തോന്നി. ഞാനത് കഴിച്ചു. ഞാൻ ഒരു പാക്കറ്റ് കഴിച്ചപ്പോൾ വന്ന റിസൾട്ടാണ് സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഡോക്ടർ ശരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കി. ഈ പ്രാവശ്യം ഞാൻ 8 പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞു. 8 പാക്കറ്റ്, 9ാമത്തെ പാക്കറ്റാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്യുന്നപ്പോൾ എൻ്റെ ശരീരത്ത് ഒരു ശകലം പോലുമില്ല. ബ്രസ്റ്റ് റിമൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ തൊടാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് തൊടാൻ പറ്റുന്നുണ്ട്. 1ാമത്തെ റിസൾട്ട്. 2ാമത് എനിക്ക് കൈയൊന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കൈയൊക്കെ നല്ല ഭംഗിയായിട്ട് പൊക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കീമോ ചെയ്തപ്പോൾ എനിക്ക് എല്ലാം വെളുത്ത മുടിയായിരുന്നു, എല്ലാം കറുത്ത സുന്ദരമായ മുടി വന്നു. ഉറക്കമില്ലായിരുന്നു, എനിക്ക് നല്ല ഉറക്കം കിട്ടി. 5ാമത് എൻ്റെ ലിഗമെന്റ് മാറ്റി വെച്ചാണ്. അപ്പൊ ലിഗമെന്റ് എനിക്ക് ഇവിടെ തൊടാൻ പറ്റില്ലായിരുന്നു, എനിക്കിപ്പോ ലിഗമെന്റ് തൊടാൻ പറ്റുന്നുണ്ട്. 6 എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു, ഞാനിപ്പോ നല്ല വൃത്തിയായിട്ട് 3 നിലയായാലും സ്റ്റെപ്പ് കയറുന്നുണ്ട്.
5ാമത് എനിക്ക് വെരിക്കോസ് വെയിൻ മാറി, 6ാമത് എനിക്ക് പിന്നെ ആർത്രൈറ്റിക്സ് മാറി, 7ാമതിന്റെ കൊഴുപ്പെല്ലാം മാറി. അങ്ങനെ എനിക്ക് പിന്നെ എനിക്ക് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നല്ല ഗ്ലാമർ വെച്ചു, മുഖത്തൊക്കെ പാടുണ്ടായിരുന്നു, അത് മാറി. പിന്നെ എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടി. 11ഓളം റിസൾട്ട് എനിക്ക് ദിവാസിക്കൽ ഇന്റർനാഷണൽ കഴിച്ചിട്ട് കിട്ടി. ശിവൻ സാറാണ് എൻ്റെ അപ്പേര്. പിന്നെ സുനിൽ സാറ്, രാജു സാറൊക്കെ ഞങ്ങളെ ഞങ്ങൾ വലിയ ഫ്രണ്ട്സാണ്. ഞങ്ങൾ സാറുമാരല്ല, അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഒത്തൊരുമയായിട്ട് ചേർന്ന് എൻ്റെ കൂടെ വന്ന് അച്യുതമ്മ അത് എൻ്റെ താഴെയുള്ളതാണ്. അപ്പം ഞാൻ 1 മാസം കൊണ്ട് കഴിഞ്ഞ മാസം 7ാം തീയതി ജോയിൻ ചെയ്തു. 3ാം തീയതി ആയപ്പോഴത്തേക്ക് എൻ്റെ വരുമാനം 1,47,000 രൂപ. ഒരു ഡയമണ്ട്, ലെഫ്റ്റ് ഒരു ഡയമണ്ടുമായി എനിക്കിപ്പോൾ 25ഓളം ആൾക്കാരുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും നല്ല എന്തോ കീമോ. ഞാൻ 8 കീമോ ചെയ്തു. 8 കീമോ ചെയ്ത് വളരെ ഇതായിരുന്നു. ഇപ്പൊ ഞാൻ എന്തോ 5 വർഷം ചെയ്യണോ? 5 വർഷം ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പോയപ്പോ ഡോക്ടർ പറഞ്ഞ 4 എണ്ണം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ വിജയകുമാർ സാർ, നമ്മുടെ ശിവപ്രസാദ് സാർ, ബാക്കി എല്ലാവർക്കും